ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS പരീക്ഷയ്ക്ക് ആവശ്യമായ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇമ്പോർട്ടൻ്റ് ആയ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാവേ. ഒന്നാമത്തെ ചോദ്യം, രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായി 3 തിരിച്ചിരിക്കുന്നു. അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. എന്താണ്? രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായും 3 തിരിച്ചിരിക്കുന്നു. അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഏതാണ് ഉത്തരം? കറക്റ്റ് ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം. 1ഉം 4ഉം ആഗ്നേയശിലകൾ ബസാൾട്ട്, കായാന്തരിത ശിലകൾ മാർബിൾ. ആഗ്നേയശിലകൾ ബസാൾട്ട്, കായാന്തരിത ശിലകൾ മാർബിൾ. 1ഉം 4ഉമാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച പ്രധാന സാഹിത്യകൃതികളുടെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. നോക്കിക്കേ, ഗോര ആരുടേതാണ്? ഗോര രവീന്ദ്രനാഥ ടാഗോറിൻ്റേതാണ്. പാഞ്ചാലി ശബദം ആരുടേതാണ്? സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്. ഗോദാൻ ആരുടേതാണ്? പ്രേംചന്ദിൻ്റെതാണ് ഗോദാൻ. നിബന്ധമാല ആരുടേതാണ്? വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കാർ. അദ്ദേഹത്തിൻ്റെയാണ് നിബന്ധമാല എന്ന കൃതി. വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കാർ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. എ 3 രവീന്ദ്രനാഥ ടാഗോർ, ബി പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി, ഗോദാൻ. നോക്കിയേ, സി 1 പ്രേംചന്ദ്, നിബന്ധമാല 2, ഡി 2 വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കാർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു ഓട്ടപ്രദക്ഷിണം എന്ന സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. കാണാത്തവർ അത് വേഗം പോയി കാണണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും നമ്മളതിൽ പറയുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണണം. ഇനി ക്വസ്റ്റ്യൻ 3, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഓപ്പറേഷൻ സുതാര്യത ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചുവടെ നൽകിയിരിക്കുന്നതിൽ ഓപ്പറേഷൻ സുതാര്യത ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് എന്ത്? ഓപ്പറേഷൻ സുതാര്യത. ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്പറേഷൻ സുതാര്യത. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 4, ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങൾ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം അനുയോജ്യമാണ്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ബോർഡ്, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു. അടുത്തത്, നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം. അപ്പം ഓപ്ഷൻ ഡി എല്ലാം അനുയോജ്യമായവയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ 5, കാർഷിക കാലങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളയായ ഗോതമ്പ് ഏതിൽ ഉൾപ്പെടുന്നവയാണ്? ഓപ്ഷൻ എ റാബിയാണ്. ഗോതമ്പ് റാബി. അടുത്ത ക്വസ്റ്റ്യൻ 6, 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തുടർന്ന് മെർക്കന്റിലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി. താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കന്റിലിസ്റ്റ് ഉൾപ്പെടാത്തവ തിരിച്ചറിയുക. ഇതാണ് മെർക്കന്റിലിസ്റ്റിൽ ഉൾപ്പെടാത്തവ തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ഉൾപ്പെടാത്തവയാണ്. 2ഉം 3ഉം നോക്കാം. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും. 3, പഞ്ചസാര, കമ്പിളി, പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള അനുമതി കോളനികൾക്ക് നൽകി. ഇവ രണ്ടും എന്താണ്? ശരിയല്ല. മെർക്കന്റിലിസ്റ്റിൽ ഉൾപ്പെടാത്തവയാണ്. ഉൾപ്പെടുന്നതെന്ന് നോക്കാം. 1ഉം 4ഉം ഉൾപ്പെടുന്നവയാണ്. നോക്കാം. കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇനി 4, കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. ഇത് ഉൾപ്പെടുന്നവയാണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 7, താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക. നോക്കിക്കേ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നോക്കിയേ, കെ സുബ്രഹ്മണ്യം എ 2, പ്രഹ്ലാദ കെ സുബ്രഹ്മണ്യം പ്രഹ്ലാദ, TR സുന്ദരം ബി 3, കണ്ടം വെച്ച കോട്ട് TR സുന്ദരം കണ്ടം വെച്ച കോട്ട്, സി
4 എം ടി വാസുദേവൻ നായർ നിർമ്മാല്യം, എം ടി വാസുദേവൻ നായർ നിർമ്മാല്യം. ഡി രാമു കാര്യാട്ട്. 1 ചെമ്മീൻ. അപ്പം ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ 8 കാൽ ബൈശാഖിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം ശരിയായവയാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടി ശക്തമായ മഴയാണിത്. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ്. ഇതാണ് കാൽ ബൈശാഖി. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണിത്. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ്. ഇനി ക്വസ്റ്റ്യൻ 9 താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെ മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നത് ശരിയാണ്. ഹൈക്കോടതികളുടെ അധികാരത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെൻറ്റിൻ്റെ അധികാരമുണ്ട്. ശരിയാണ്. 1991 69 ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശം അറിയപ്പെടുന്നു. ശരിയാണ്. അടുത്ത ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. അപ്പം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഈ ക്വസ്റ്റ്യൻ 10 പണബില്ലുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായത് ഏത്? പണബില്ലുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ബി, സി, ഡി ശരി. നോക്കിയേ, അനുച്ഛേദം 111 പ്രകാരം പണബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. സി, ഒരു ബില്ല് പണബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഒരു ബില്ല് പണബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഡി, ഭാരതത്തിൻ്റെ നിശ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ഓപ്ഷൻ ബി, സി, ഡി എന്നിവ ശരിയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ 11 കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ്. കമ്മീഷനിൽ 2 പേർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന വനിത ആയിരിക്കണമെന്നുള്ളത് ശരിയല്ല. ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം. ഒരു ചെയർപേഴ്സണും 6ൽ കൂടുതലല്ലാത്ത മറ്റ് അംഗങ്ങളും. ശരിയാണ്. ഓരോ അംഗവും 5 വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നത്. ശരിയാണ്. കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ ക്വോറം 4 ആയിരിക്കേണ്ടതാണ്. ശരിയാണ്. ഇനി നോക്കിയ ക്വസ്റ്റ്യൻ 12 കേരളത്തിലെ നിലവിലെ വ്യവസായിക മന്ത്രി ആരാണ്? പി രാജീവാണ്. സി, ഓപ്ഷൻ സി, പി രാജീവാണ് കേരളത്തിലെ നിലവിലെ വ്യാവസായിക മന്ത്രി. അടുത്ത് മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. നോക്കി, മസ്തിഷ്കത്തെ പൊരിഞ്ഞു കാണുന്ന സ്തരപാളികളാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളികളാണ് മെനിഞ്ചസ്. ശരിയാണ്. സുഷുമ്നാ നാഡിയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന സ്തരപാളികളാണ് മെനിഞ്ചസ്. ഇനി 3 മസ്തിഷ്കത്തിലും സുഷുമ്നാ നാഡിയിലും CSF എന്ന ദ്രാവകം കാണപ്പെടുന്നു. ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ്. ക്വസ്റ്റ്യൻ 14 താഴെ തന്നിരിക്കുന്നവയിൽ ജീവികളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി സിക്കിൾ സെൽ അനീമിയ ആണ്. സിക്കിൾ സെൽ അനീമിയ. ക്വസ്റ്റ്യൻ 15 ഭൂമിയുടെ 4 ആരമുള്ള ഗ്രഹത്തിൻ്റെ മാസ് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടേതിൻ്റെ എത്ര മടങ്ങായിരിക്കും? ഓപ്ഷൻ സി 8. ഇനി ക്വസ്റ്റ്യൻ 16 ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയായിരിക്കും? C = 2F എന്ന ഇക്വേഷൻ ആണ്. അപ്പം ഓപ്ഷൻ സി 20 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ 17 ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ ബി ആണ്. ജെയിംസ് റദർഫോർഡ്. അടുത്തത് ക്വസ്റ്റ്യൻ 17 ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ്. റൂദർഫോർഡ് ആണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത്. റൂദർഫോർഡ്. ഇനി ക്വസ്റ്റ്യൻ 18 ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ്? ഓപ്ഷൻ ഡി 17. ഹാലജൻ കുടുംബം. ഓപ്ഷൻ ഡി 17. ക്വസ്റ്റ്യൻ 19 താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ജിംപ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത്. ബാക്കി 3ഉം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി ഫിഷിംഗ് എന്നാൽ എന്താണ്? ഓപ്ഷൻ ബി വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എന്ത്? ഫിഷിംഗ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 18 ചോദ്യങ്ങൾ നമ്മുടെ LGS പരീക്ഷയ്ക്ക് ആവശ്യമായ ചോദ്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.